ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ആംചൂർ പൗഡറാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അതായത് മാങ്ങാപ്പൊടി, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പച്ചമാങ്ങ ഉണക്കി പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുക, മാങ്ങാസാദം ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മുടെ മാംഗോ റൈസില്ല അതൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം ഈ ഒരു പൊടി വെച്ചിട്ട്. പിന്നെ എന്തെങ്കിലും സാലഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ ഈ ഒരു പൊടി കുറച്ചൊന്ന് വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നോർത്ത് ഇന്ത്യൻകാരാണ് ഈ ഒരു പൊടി കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അവർ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു ആംചൂർ പൗഡർ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പൊടി വെച്ചിട്ട് ഞാനിവിടെ റൈസ് കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മാംഗോ റൈസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. മാങ്ങാപ്പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 4 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് വേണ്ടിയിട്ട് ഏത് തരം മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് കനം കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഉണക്കിയെടുക്കട്ടെ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം 3-ാമത്തെ ദിവസം ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും കേട്ടോ, അങ്ങനെ പൊട്ടും. അത്രയും നന്നായിട്ട് തന്നെ അത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഞാനിവിടുത്തെ മിക്സിയുടെ ചെറിയൊരു ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിക്സി ജാറിൽ ഒട്ടും വെള്ളം നനവൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല. വെള്ളം നനവുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊക്കെ ചീത്തയായിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ നല്ല ഉണങ്ങിയിട്ടുള്ള ജാറിൽ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങാപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒട്ടും വെള്ളം നനവൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ വെച്ചാലും ഇത് ചീത്തയാവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 മാസം വരെയൊക്കെ നമുക്കിത് പുറത്തൊക്കെ വെക്കാം. അതിനുശേഷം പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാങ്ങാപ്പൊടി വെച്ചിട്ട് നല്ലൊരു മാങ്ങാ സാദം തയ്യാറാക്കിയിട്ടെടുക്കാം. മാങ്ങാ സാദം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടല കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വറ്റൽമുളകിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ എണ്ണം നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും കേട്ടോ. അപ്പോൾ മാങ്ങാ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ കായംപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആംചൂർ പൗഡർ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഈ ഒരു ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ ഒരു മാംഗോ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ അളവിലൊക്കെ മതിയാവും കേട്ടോ ഈ ഒരു പൗഡർ. പിന്നെ മാങ്ങ ചേർക്കണുണ്ടല്ലോ, അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അധികം പുളിയല്ല, പാകത്തിനുള്ള പുളിയുണ്ട്. ഇതിലേക്ക് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള റൈസാണ് ചേർക്കുന്നത്. 1.5 കപ്പോളം റൈസ് ചേർക്കുന്നുണ്ട്. ബസ്മതി റൈസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ വളരെ കുറച്ച് മാത്രം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള റൈസാണ്. അപ്പോൾ പച്ചമാങ്ങ ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രുചിയുള്ള റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസാണ്. പിന്നെ ഇത് ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പെട്ടെന്നൊന്നും ചീത്തയാവില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല, വെറുതെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൽ നിലക്കടലയും മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു റൈസിന്. അപ്പോൾ മാങ്ങ കിട്ടിയാൽ ഇതുപോലൊക്കെ ഒന്ന് ഉണക്കി പൊടിച്ചിട്ട് റൈസ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.